രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. വളരെ കൂളായി ഫ്രണ്ട്ലി ആയി നിങ്ങളോട് ഇടപെടും അവർ. പക്ഷെ ഉള്ളിൽ മറ്റൊരാൾ ഉണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് മാത്രമാണ് അവർക്ക് സ്നേഹം ഉള്ളത് എന്ന്. പക്ഷെ ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഫ്രണ്ട് വിളിക്കുന്നു, ഫ്രണ്ടിൻ്റെ കൂടെ പോകണം, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഒന്നല്ല പല ബന്ധങ്ങളും ഉണ്ട് എന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളെ കൂടാതെ മറ്റൊരാളെ അവിടെ ഉൾക്കൊള്ളിച്ച് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പല ബന്ധങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത്. 2. നിങ്ങൾ അവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക. ഇത് മറ്റു പല ബന്ധങ്ങളും ഉള്ളവരുടെ ലക്ഷണമാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേ ആ ആളുടെ ഫോൺ കോൾ വന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അതെടുത്തു. കാരണം അവരാണ് ഇവർക്ക് പ്രാധാന്യമുള്ളത്. നിങ്ങൾ വെറും പുറത്താണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെസ്സേജിന് പതുക്കെ മറുപടി തരിക. അവർക്ക് സ്നേഹവും ഇഷ്ടമുള്ളവരോട് അവർ പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യും, മറുപടി കൊടുക്കും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിങ്ങളുടെ മെസ്സേജിനും നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വൈകിയാണ് റിപ്ലൈ വരുന്നതെങ്കിൽ അതിനർത്ഥം അവർക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ടെന്നാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രാധാന്യമുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയും അല്ലാത്തവരെ തഴുകുകയും ചെയ്യുന്ന ഒരു സീനാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ നടക്കുന്നത്. അത്രയും മതി എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 3. പണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പണപരമായ കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു താല്പര്യം കൂടുതലായി കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റേതോ ബന്ധങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളുടെ പണം മുഴുവൻ തിന്നതിന് ശേഷം മറ്റേ ആ വ്യക്തിയുടെ കൂടെ പോകാനുള്ള ഒരു ട്രിക്കാണ് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ വലയിൽപ്പെട്ടാൽ നിങ്ങൾ ചതിക്കപ്പെടും, അത് ഉറപ്പാണ്. പലർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലരുടെയും പണം തിന്ന് ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ കൂടെ പോയിട്ടുണ്ട്. ശരിക്കും പമ്പര വിഡ്ഢികളാക്കുന്ന ഒരവസ്ഥയാണ് അവർ നിങ്ങളോട് ചെയ്യുക. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. 4. ഒന്നിനും വ്യക്തമായ ഒരു മറുപടിയും പറയാതിരിക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് വ്യക്തമായ മറുപടി പറയില്ല. എന്നാലോ ഫ്രീ ആയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരം വളരെയധികം നീട്ടിക്കൊണ്ടു പോകും. പക്ഷേ ഒന്നിനും ഒരു വ്യക്തതയും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. അവർക്ക് മറ്റു പല ബന്ധങ്ങളും ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്തിരുന്ന് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. അതിനൊന്നും അവർക്കൊരു മടിയുമില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് മാത്രമാണ് സ്നേഹമെന്ന്. പക്ഷേ അവരുടെ മനസ്സ് കിടക്കുന്ന വേറെ എവിടെയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ചേർച്ച കിടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ യോജിപ്പ് കിടക്കുന്ന മറ്റാരിലോ ആണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ സമയവും കളയുന്നു. അവർക്കത് നേരം പോക്കുമാണ്. നിങ്ങൾ വെറും വിഡ്ഢിയുമാകും. ഇങ്ങനെ ഒരുപാട് ആളുകൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തിരുന്ന ഒരു വ്യക്തി വളരെ നേരം സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് വളരെ സ്നേഹമാണെന്ന്. പക്ഷെ ഇതൊക്കെ വെറും മിഥ്യാധാരണയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. 5. ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം നിങ്ങളോട് വളരെ അടുത്ത് വരും, നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കും. ഇതിന് അടിസ്ഥാനമായിരിക്കുന്ന കാര്യം ഇതാണ്. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് എന്തെങ്കിലും ചെറിയ പിണക്കങ്ങൾ വരുമ്പോഴാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ വ്യക്തിയുമായുള്ള പിണക്കം മാറുമ്പോൾ അവർ പഴയ പോലെ തന്നെയാവും. അവർ ആ വ്യക്തിയുമായി കൂടുതൽ ഇടപെടാൻ ഇടയായിത്തീരുന്നു. നിങ്ങളെ പേരിന് മാത്രം, അവരുടെ നേരം പോക്കിന് മാത്രം ഉപയോഗിക്കാൻ ഇടയായിത്തീരുന്നു. എങ്ങനെ വന്നാലും ഇങ്ങനെയുള്ളവർ നിങ്ങളെ പറ്റിച്ചു പോകും. ഇങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കുക. സ്നേഹിച്ച് ചതിക്കുക എന്നുള്ളത് വളരെ ഇന്ന് നടക്കുന്ന കാര്യമാണ്. അത് വളരെ എളുപ്പവുമാണ്. അത് വളരെ അഭിനയപൂർവ്വം ആരും മനസ്സിലാക്കാത്ത രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെ കൂടി നടന്ന് ചതിക്കുന്നവരുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പഠിച്ചിരിക്കുക. ജീവിതത്തിൽ സ്വയം വേദന ഏറ്റുവാങ്ങാതിരിക്കുക, വിഡ്ഢികളാകാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.